പ്രിയപ്പെട്ടവരെ, നമസ്കാരം. പെപ്റ്റോക്കിൻ്റെ 2ാം ദിനത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ തീം പുതിയ വർഷം പുതിയ തുടക്കം എന്നതായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കട്ടെ. തിരിഞ്ഞു നോട്ടമില്ലാത്ത ജീവിതം ജീവിതമല്ല എന്നാണല്ലോ. അന്നവൾക്ക് 10 വയസ്സ് പ്രായം, 4ലോ 5ലോ പഠിക്കുന്ന സമയം. കളിക്കൂട്ടുകാരുമായി കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്ന ഗ്രാമപ്രദേശം മുഴുവൻ ഓടി നടന്ന് മണ്ണ് കുഴച്ച് ചിരട്ടപ്പൊട്ടുണ്ടാക്കി ഉണ്ണിപ്പുര കെട്ടി കളി പാവക്കുട്ടിയെ തോളത്ത് കിടത്തി താരാട്ടുപാടി ഉറക്കിയിരുന്ന ആ ഒരു ബാല്യകാലം. ആനി, മേരി, ലൈല, റാബിയ, മൈക്കിൾ, ജോസഫ്, അബ്ദു എല്ലാം അവളുടെ കൂട്ടുകാരായിരുന്നു. മതിലുകളില്ലാത്ത ചുറ്റുവട്ടത്തെ എല്ലാ വീടുകളിലും സ്വന്തം വീട്ടിലെന്ന പോലെ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വടക്കേലെ അന്തോണിച്ചേട്ടനും തെക്കേലെ ബിയാത്തുമ്മയും പടിഞ്ഞാറേതിലെ നാരായണേട്ടനും കിഴക്കേതിലെ തോമസ് ഏട്ടനും എല്ലാവരും അവൾക്ക് സ്വന്തമായിരുന്നു. മഴ പെയ്യുന്ന രാത്രിയിൽ അമ്മ പറഞ്ഞു കൊടുക്കുന്ന മാമ്പഴ കവിത അവൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. കഥ പറയുന്ന സമയം ചിലപ്പോൾ ആ ഒരു മഴയുടെ രാത്രിയിൽ പൊട്ടിയ ഓടിൻ വിടവിലൂടെ ചെറുതായി മഴത്തുള്ളികൾ അലൂമിനിയ കലത്തിലേക്ക് വീഴുന്ന ഒരു സംഗീതമുണ്ട്. ആ മഴത്തുള്ളികളുടെ സംഗീതം അത് ചിലപ്പോൾ അമ്മയുടെ മാമ്പഴ കവിതയ്ക്ക് ഈണമാകും. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തന്നെ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. കവിത കേട്ട് കരഞ്ഞ് ചിലപ്പോൾ ഉറങ്ങിപ്പോകും. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. സാധാരണ സംഭവത്തെ അസാധാരണ വികാരമാക്കി വൈലോപ്പിള്ളി മാറ്റിയതുപോലെ അമ്മയും വികാരഭരിതമായി മാമ്പഴ ചൊല്ലുമായിരുന്നു. പിണങ്ങിപ്പോയാലും പിന്നീട് കുണിഞ്ഞു വരാറുള്ള മകൻ്റെ രൂപം ആ അമ്മ ഓർക്കുന്നുണ്ട് ആ വലിയ കവിതയിൽ. അമ്മയുടെ വാത്സല്യത്തിൻ്റെ ചൂട് മാമ്പഴത്തിലുള്ളതുപോലെ എൻ്റെ അമ്മയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാനും നിൽക്കുന്നു. മാതാപിതാക്കളുടെ മുന്നിൽ ശിരസ്സു നമിക്കട്ടെ. മാതാപിതാവ് ഒരു ദൈവസങ്കല്പം എന്നാണല്ലോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.